ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ശങ്കർ സംവിധാനം ചെയ്ത് കമലഹാസൻ നായകനാകുന്ന ഇന്ത്യൻ 2 നാളെ തിയേറ്ററിലെത്തുകയാണ്. വിവിധ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ പൊളിറ്റിക്കൽ എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കമലഹാസൻ, സംവിധായകൻ ശങ്കർ എന്നിവർ ഇന്നലെ കേരളത്തിൽ എത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ ആരംഭിച്ച കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 10 മണിക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,30,00,000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് വമ്പൻ ഹൈപ്പും ബുക്കിംഗുമാണ്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് അഡ്വാൻസ് കളക്ഷനിലേക്ക് വന്നാൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. ടോട്ടൽ ഇന്ത്യൻ അഡ്വാൻസ് ബുക്കിംഗായി ഇന്ത്യൻ 2 എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് 17 കോടിയോളം രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ 25 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ചിത്രം ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായി 50 കോടിയിലേറെ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ 27-ന് തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് കൽക്കി 2898 AD. അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ, ശോഭന, ദുൽഖർ സൽമാൻ, അന്നാബൻ, വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിരുന്നത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ്. വേഫെയർ ഫിലിംസിന് വമ്പൻ ലാഭം നേടിക്കൊടുക്കുന്ന രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇതുവരെയും ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ 15 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 27 കോടിക്ക് മുകളിൽ എത്തി നിൽക്കുകയാണ്. 5 കോടിയോളം രൂപയ്ക്കാണ് ഈ ചിത്രത്തിന്റെ കേരള വിതരണാവകാശം വേഫെയർ ഫിലിംസ് സ്വന്തമാക്കിയിരുന്നത്. നിലവിൽ 12 കോടിയോളം രൂപ ഷെയർ കളക്ഷനായി വേഫെയർ ഫിലിംസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 900 കോടിയുടെ കളക്ഷൻ പോസ്റ്റർ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ നിലവിൽ 900 കോടിയിലേക്ക് എത്താൻ ഇതുവരെയും ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ 880 കോടി രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത് മെയ് 24-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തലവൻ. നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാളെ വെള്ളിയാഴ്ചയോടെ 50 ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 14,70,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,05,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 17,75,00,000 രൂപയാണ്. ചിത്രം GCC ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 7,75,00,000 രൂപയാണ്. അങ്ങനെ 24,50,00,000 രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് 23-ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് ടർബോ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. മാർച്ച് 9-ന് സോണി ലീവ് വഴി ഈ ചിത്രത്തിന്റെ OTT റിലീസ് പൂർത്തീകരിക്കും. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 70 കോടി പോസ്റ്റർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയതിനു ശേഷം ഔദ്യോഗികമായി യാതൊരുവിധ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം 73 കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 36,80,00,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. അതേസമയം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 6ാമത്തെ സിനിമയുടെ ചിത്രീകരണം ഇന്നലെ ആരംഭിച്ചു. മമ്മൂട്ടി നായകനാകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗൗതം വാസുദേവ മേനോനാണ്. സുഷ്മിത ഭട്ട്, സിദ്ദീഖ്, വിജയ് ബാബു, ഗോകുൽ സുരേഷ്, വിജയ് വെങ്കടേഷ് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. എറണാകുളത്ത് ഭൂരിഭാഗവും ചിത്രീകരണം നടക്കുന്ന ഈ സിനിമയുടെ 3 ദിവസത്തെ ഷൂട്ടിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് മൂന്നാറിലാണ്. ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി 1993-ൽ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മണിച്ചിത്രത്താഴ്. ശോഭന, സുരേഷ് ഗോപി എന്നിങ്ങനെ മികച്ച താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇപ്പോൾ 4K റീമാസ്റ്റർ പതിപ്പുമായി വീണ്ടും തിയേറ്റർ റിലീസിനായി എത്തിച്ചേരുകയാണ്. നേരത്തെ ആഗസ്റ്റ് 1-നാണ് ഈ ചിത്രത്തിന്റെ റിലീസിംഗ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ആഗസ്റ്റ് 17, അതായത് ചിങ്ങം 1-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ ഒന്നടങ്കം ആഗമനം സ്വീകരിച്ച ഈ സിനിമയ്ക്ക് വീണ്ടും ഏറ്റവും പുതിയ 4K റീമാസ്റ്റർ പതിപ്പിലൂടെ മികച്ച സ്വീകാര്യത ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.